ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഒരു 5 മണിയുടെയൊക്കെ മുന്നേ. എനിക്കത് വളരെ നേരത്തെയാണ്. ഇപ്പോൾ ഈ മുഖം കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും, നിങ്ങൾക്ക് ഉറക്കമൊന്നും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവണം. മോനെ റെഡിയാക്കിയിട്ടുണ്ട്, മോള് റെഡി ആയിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു കേട്ടോ. തലവേദനയൊക്കെ ആയിട്ട് ഞാനൊരു ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. പക്ഷേ ഇന്ന് ഓക്കെയാണ് ഞാൻ. അപ്പോൾ ഞങ്ങളിന്ന് മോൻ്റെ മുടി മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പഴനിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അമ്മയും സായണ്ണും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് 6 മണിക്കാണ് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് ലേറ്റ് ആവാറുള്ളതാണ് കേട്ടോ. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമ്മളെല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ റെഡി ആയിട്ടുണ്ട്. മക്കളും വലിയ വാശിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി വരികയാണ്. ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതൊരു 12-14 സീറ്റിൻ്റെ വണ്ടിയാണ്. പക്ഷേ നമുക്ക് അത്ര ആളൊന്നുമില്ല, ഒരു 8-9 ആളൊക്കെ പോകുന്നുള്ളൂ. പിന്നെ അമ്മയും അച്ഛനൊന്നും വരാൻ പറ്റിയില്ല, ഹൗസ് വാമിങ്ങും പിന്നെ അതുപോലെ തന്നെ അച്ഛന് പനിയൊക്കെ ആയിട്ട് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അവരൊന്നും വന്നില്ല. അപ്പം ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോകാനുള്ളത് ഉള്ളൂ. ഇതിൽ ഓൾറെഡി ആളുകളുണ്ട്, അനിയനും ഫാമിലിയൊക്കെ അവർ അവിടെ നിന്ന് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങണം. ആലിമോള് നല്ല റെഡി ആയിട്ടുണ്ട്. വലിയ ആർക്കും ഉറക്കത്തിൻ്റെ ഒരു ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ റെഡിയാണ്. അങ്ങനെ നീലൂട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അമ്മൂസിത ബാഗൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ലഗേജൊക്കെ കയറ്റിയിട്ട് വീട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. നമുക്ക് അറിയാവുന്ന വണ്ടി തന്നെയാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിൽ കുട്ടികളുടെ മുടിയൊക്കെ പഴനിയിൽ പോയിട്ട് തന്നെയാണ് മുട്ടയടിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം നീലുട്ടൻ്റെ മുടി മുട്ടയടിക്കാൻ വേണ്ടി പോയിരുന്നെങ്കിലും ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയമായത് കാരണം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തർക്കമാണല്ലോ, സൈഡ് സീറ്റ് അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക്, അങ്ങനെ സീറ്റിന് വേണ്ടിയുള്ള തർക്കം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വിഷമം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ മുടി പോവുകയാണല്ലോ. അപ്പോൾ ആലി അതിനെപ്പറ്റി പറയുന്നു, കുഞ്ഞിൻ്റെ മുടി പോവും, വിഷമമാവണമെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. കുഞ്ഞനാണെങ്കിൽ ഇതൊന്നും അറിയാതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മൂനും വിഷമമാണ്, ആലിക്കും വിഷമമാണ്. രണ്ടാൾക്കും മുടി പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ക്യൂട്ട്നെസ് പോവോ, ഇതൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റാണ്, എല്ലാവരും കയറി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറയുക, കുറച്ച് ടെൻഷൻ ഉണ്ടാവും. അവരെ കാര്യങ്ങളാവും നമ്മൾ കൂടുതലായിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ പിന്നെ ഇതിപ്പോൾ അത്ര ഒരു എന്താ പറയുക ഹറിബറിയായിട്ടുള്ളൊരു യാത്ര എന്നല്ല, നമ്മൾ വളരെ റിലാക്സ് ചെയ്തിട്ട് പോയി വരാച്ചിട്ടാണ്. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. പാലക്കാട് കപിലവസ്തു എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. സംഭവം നമ്മൾ എല്ലാ പ്രാവശ്യം പഴനിക്ക് പോകുമ്പോഴും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. കുഴപ്പമില്ലാതെ നല്ല ഫുഡാണ്. പിന്നെ ഞങ്ങൾ നെയ് റോസ്റ്റ്, അതുപോലെ തന്നെ പൊറോട്ട, കുറുമ, മസാല ദോശ, ഇഡ്ഡലി, പൂരി മസാല, ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. എല്ലാവരും ഓരോന്നായിരുന്നു പറഞ്ഞത്. കുട്ടികളധികം ദോശ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർക്ക് വെജിറ്റേറിയൻ ആയ കാരണം അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ.
ഇപ്പോൾ ഒരു 12 മണി പഴനി എത്തിയിട്ടോ. റൂമൊക്കെ എടുത്തു. നമ്മൾ ടയേർഡൊക്കെ ആയിരുന്നു. എല്ലാവരും കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പഴനിമല കയറാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ തന്നെ ഇവിടുന്ന് മുടിയൊക്കെ മൊട്ടയടിക്കും. അപ്പോൾ അതിൻ്റെ ആൾ വന്നാൽ പിടിക്കാമെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുള്ളത്. അപ്പോൾ ഞങ്ങളവരെ വെയിറ്റ് ചെയ്യാണ്. ആദ്യമൊന്നും മുടി മൊട്ടടിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മുടി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങിയത് കണ്ടപ്പോൾ അവനാകെ ഒരു മാതിരിയായി. പിന്നെ അവൻ സമ്മതിക്കാതായി. പിന്നെ തല ഇങ്ങനെ ചൊറിഞ്ഞ് നോക്കുമ്പോൾ അവിടെ മുടിയൊന്നും കാണാനില്ല. അതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പിന്നെ അയാൾ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുവിധമൊക്കെ കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് ആ മുടി മൊത്തം ഒന്ന് മൊട്ടയടിച്ചത്. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നീട്. അങ്ങനെ ഒരു വിധത്തിലാണ് കേട്ടോ ഞങ്ങൾ മുടി മൊട്ടയടിച്ച് തീർത്തത്. ഇപ്പോൾ ഒരു സുന്ദരൻ മൊട്ടയായിട്ടുണ്ട്. മുറിയൊന്നും ആയില്ല കേട്ടോ തലയിൽ. പിന്നെ ഞങ്ങൾ അവനെ ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ചു, മുടിയൊക്കെ മേലായത് കാരണം. അപ്പോൾ ആൾക്ക് ആ വിഷമം മാറാൻ കുറച്ചധികം സമയം എടുത്തു കേട്ടോ. നല്ല കരച്ചിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു 3-3:30 ആയപ്പോഴാണ് മല കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കയറുന്ന സമയത്ത് മഴയൊക്കെ മാറിയിരുന്നു. അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയമായതുകൊണ്ട് തന്നെ ആയിരിക്കാം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ മല കയറി. പിന്നെ എന്താ വെച്ചാൽ മൊബൈൽ ഫോണൊന്നും ഇപ്പോൾ അവിടെ അലൗഡ് അല്ല. അത് കാരണം നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും അപ്പോഴത്തെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മല കയറിയതിൻ്റെ ക്ഷീണം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. എന്താ വെച്ചാൽ എല്ലാവരും എണീക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഒരു ഹറിബറി ആയിട്ടുള്ള ഒരു യാത്ര എന്നെല്ലാം സാവധാനം പോയി വരാം എന്നുള്ള ഒരു തന്നെ ആയിരുന്നു. അപ്പോൾ കുട്ടികളും എല്ലാവരും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് റെഡി ആയത്. പിന്നെ ഞങ്ങൾക്ക് പോയ അന്ന് അവിടെ ഒന്നും പഴനിയിലൊന്നും അങ്ങനെ നടന്ന് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളത് എന്ത് ചെയ്തു വെച്ചാൽ രാവിലെ ആകുമ്പോൾ എന്താ പറയുക, അവിടെ മൊത്തം ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് അടിച്ചു, കുട്ടികളിലൊക്കെ ആയിട്ട് റൗണ്ട് അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവർ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ.
പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് ലുലു മാളിലൊന്ന് കയറി. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി തിരിഞ്ഞു. മോളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നടന്ന് കാണാനൊന്നും പറ്റിയില്ല. ഓൾറെഡി ഞങ്ങളൊക്കെ ടയേർഡായിരുന്നു. പിന്നെ കാലൊക്കെ നല്ല വേദനയായിരുന്നു മല കയറിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. അതുപോലെ മക്കൾക്ക് ഗെയിം സോണിലും അതുപോലെ തന്നെ അവർ ഷോപ്സിൽ കുറച്ചൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ രാത്രി ഒരു 7:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോഴാണൊന്ന് സമാധാനമായത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ യാത്രയിൽ ആർക്കും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വോമിറ്റിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഒരു ഭാഗ്യം. പിന്നെ കുട്ടികളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്